ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗെയിമിംഗ് യൂണിവേഴ്സ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മല്ലു ഗെയിമിംഗ് യൂണിവേഴ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലാൻഡ് മൈനാണ് ഗായ്സ്. അതെ, ആരും ചെയ്യാത്ത കണ്ടൻറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു ഓക്കെ പ്രഷർ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കുഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സാൻഡാണല്ലേ, എന്നാൽ പിന്നെ നമുക്കൊരു വേണ്ടി വരും. ഈ ബ്ലോക്ക് കാരണം സാൻഡിൽ അത് നിൽക്കത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് റെഡ് സ്റ്റോൺ കണക്ട് ചെയ്യണം. നിങ്ങൾ ഉറപ്പിക്കണം അതിനകത്തോട്ട് ഈ റെഡ് സ്റ്റോൺ ലൈൻ ഇതിനകത്തോട്ട് വരുന്നുണ്ടെന്ന് കരണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു എന്ത് പറയുന്നത് ഓക്കെ, ഇവിടെ വെക്കണം, ഒരു റെഡ് സ്റ്റോൺ ടോർച്ച്. അപ്പോൾ ഇതിനകത്ത് ഓടുമ്പം ഇതിനകത്ത് ചവിട്ടുമ്പം ഈ കത്തൽ മാറണം. എന്നിട്ട് നമ്മൾ ചവിട്ടാതിരിക്കുമ്പോൾ ഈ കത്തണം. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യം, ഈ റെഡ് സ്റ്റോൺ റിപ്പീറ്റർ അങ്ങ് വെച്ചേക്കണം. പിന്നീട് ഗൈസ്, നമുക്കൊരു ബെല്ല് വേണം, എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ ഗൈസ്, ബീന്നടിക്കുമ്പോൾ തന്നെ എടുത്തില്ല. അതെ ഗൈസ്, ബെല്ല് നമുക്ക് പ്രഷർ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല, ഇതിവിടെ വെക്കാം. ഇനി എന്ത് ഓർക്കെന്ന് വെച്ചാൽ കണ്ടില്ലേ ഗൈസ്, അതിനകത്തൊരു മണി അടിക്കും. ഇനി ഇതിനകത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു വെക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതെ സെയിം പരിപാടി തന്നെ ഇവിടെയും ചെയ്യണം. കണ്ടില്ലേ ഗൈസ്, എന്നിട്ട് ഒന്നുകൂടെ അങ്ങനെ വരണം. നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിപ്പീറ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേത് ഒരു മണ്ടത്തരമാണ് സത്യം. നമുക്ക് ഇവിടെ വെച്ചാൽ മതിയായിരുന്നു, പക്ഷേ നമ്മൾ ഇത് എക്സ്പാൻഡ് ആകുന്നു കാരണം നമുക്ക് വേറെ സ്ഥലം വേണം. കാരണം നമ്മൾ TNT വെക്കാൻ പോകുമ്പം ഇങ്ങോട്ട് വർക്കായി കഴിഞ്ഞ് ഇത് ചവിട്ടുമ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു. ഇങ്ങനെ വന്നപ്പം ഇങ്ങനെ വന്ന് ഒരു പിസ്റ്റൾ അങ്ങ് വെക്കണം. അത് സ്റ്റിക്കി പിസ്റ്റൾ തന്നെ വെക്കണം, അത് അത്യാവശ്യമാണ് സ്റ്റിക്കി പിസ്റ്റൾ. ഇത് മെയിനായിട്ടും വർക്ക് ചെയ്യാൻ സ്റ്റിക്കി പിസ്റ്റളാണ് ഗൈസ് ആവശ്യം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കണം. പിന്നെ TNT എടുക്കട്ടെ ഗൈസ്, TNT. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപാടി സത്യം പറഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. TNT എടുക്കുക, വെക്കുക. കണ്ടില്ല ഗൈസ്, ഇത്രയും അങ്ങ് പോകണ്ട. TNT എടുക്കുക, വെക്കുക, ഇതങ്ങ് മൂടിയേക്കണം. നിങ്ങൾക്ക് അവിടെ വെച്ച് ഏത് ബ്ലോക്കാണോ അതിനകത്തുള്ളത് അതും വെച്ച് മൂടാം. തൽക്കാലം നമ്മൾ ഫ്രണ്ട്സിനെ ഒന്നും ആരും പ്രാങ്ക് ചെയ്യാനല്ലല്ലോ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രണ്ട്സിനെ പ്രാങ്ക് ചെയ്യാൻ. ഇവിടെ ഒരു റെഡ് സ്റ്റോൺ വെച്ചാൽ അത് കത്തേണ്ടതാണ്. ഓക്കെ, അത് കത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെ എന്നിട്ട് ഇതെല്ലാം മൂടി കൊടുക്കണം. ഇതെല്ലാം മൂടണം പോലും ബാക്കി വെച്ചേക്കുന്നു. ഓക്കെ, നമ്മളിനി ഇതിനകത്തോട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ല ഗൈസ്, ആ ബെല്ല് കേൾക്കും. പക്ഷെ ഇത് പൊട്ടിത്തെറിക്കത്തില്ല ഗൈസ്. പക്ഷെ നമ്മൾ അതിനകത്തൊന്ന് മാറിക്കഴിഞ്ഞാൽ ഗൈസ് കണ്ടോ, അത് പൊട്ടിത്തെറിക്കും. കണ്ടു, ഇത്രയും വലിയ കുഴിയായി. പക്ഷേ അത് നമുക്ക് ടൈമിങ് ഇച്ചിരി ലേശം മാറിപ്പോയി. ആ ടൈമിങ്ങും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ആ ടൈമിങ് എനിക്ക് കിട്ടാൻ അറിഞ്ഞൂടാ സത്യം പറയാലോ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. നമ്മൾ എന്തോ ഉണ്ടാക്കും അടുത്തത്. ഓക്കെ ഗൈസ്, ഡാൻസിങ് ഫ്ലോർ അങ്ങ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് എന്തേ ഗൈസ്, അത് ആ LED എന്തേ ഗൈസ്, LED കാണുന്നില്ല. ഗൈസ് LED കിട്ടി. റെഡ് സ്റ്റോൺ ലാമ്പാണ്, പക്ഷെ ഞാൻ വിളിക്കുന്ന LED എന്നാണ്. ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കാം, മറ്റേ ഹോട്ട് സ്റ്റാർ ബൾബ് പോലെ. എന്നിട്ട് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. കായ് ഫുള്ളും അങ്ങ് വെക്കാം. എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ആവശ്യമുണ്ട്. നമുക്കിവിടെ ഒരു 2 ബ്ലോക്ക് വിട്ടിട്ട് വാറിന് ഇത്രയും വിളിച്ചാൽ വേണ്ട, എന്നാലും കുഴപ്പമില്ല.
6 ഗൈസ്. മാറും. ഇത് 6 ഇത് ഗൈസ്. ഇത് ശരിയാവുന്നില്ല ഗൈസ്. തൽക്കാലം CR7 എഴുതാൻ പറ്റുന്നില്ല. 7 എഴുതാം. C7 എങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് ആർക്കറിയാം. ഗൈസ് ഇങ്ങനെ വെച്ച് ഇത് പൊട്ടിച്ച് കളഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. തൽക്കാലം CR7 എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ CS. നിങ്ങൾക്ക് എത്ര മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ തൽക്കാലം ഒന്ന് കാണിക്കാൻ വേണ്ടി എന്തോ ഒരു മോഡൽ എടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇതല്ല. ഓക്കെ ഗൈസ്, എസ് എഴുതിയിട്ടുണ്ട്. ഇത് എസ് ആണ് ഗൈസ്. ഇത് എസ് ആണ്. എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. അതിന് നമുക്കിവിടെ ഒബ്സർവർ വെക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ 2 ഇതിങ്ങനെ വെച്ച് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഗൈസ്, ഇത് കത്തും. അപ്പം ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ 2ൻ്റെ ആവശ്യമില്ല. ഇത് കത്തും ഗൈസ്. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊരു ഇതിങ്ങനെ വന്ന് വർക്കാവത്തില്ല. ഓക്കെ ഗൈസ്, ഇത് വർക്കാവുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഓക്കെ ഗൈസ്, അത് വർക്കൊക്കെ ആവുന്നുണ്ട്. എന്തോ സംഭവം എന്നോട് ചോദിക്കരുത്. അത് വർക്കാവുന്നുണ്ട്. എന്തോ ആയാലും ഞാൻ എന്തോ ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലല്ലോ. കണ്ടിട്ട് എന്തോ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മേളിൽ കയറ്റി ഉണ്ടാക്കാം. ഇതിവിടം വരെ പോരെ. ഓക്കെ ഗൈസ്, അപ്പം എസ് കത്തുന്നുണ്ട് നമ്മുടെ ഇതിനകത്തുള്ള. ഇത് വേണമെങ്കിൽ നിങ്ങൾ വലിയ ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടെ എന്താ കത്താത്തെ? ഓക്കെ ഗൈസ്, ഇപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ തന്നെ അവിടെയും ചെയ്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് തൽക്കാലം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര